അസ്സലാമലൈക്കും ഓൾ, വെൽക്കം ബാക്ക്. എന്നും ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടുത്തവർക്ക് ഇതാ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബട്ടർ പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അധികം ടൈമൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഇതാ 2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു അരിപ്പൊടി തന്നെയാണ് വേണ്ടത്. ഇനി അതിലേക്ക് ഇതാ 2 കപ്പ് മൈദ മാവും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. പാല് തിളപ്പിച്ച് ചൂടാറിയ പാല് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ചൂടുള്ള പാലല്ല, തണുത്ത പാലാണ് വേണ്ടത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ, അതേപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം എത്രയാണോ നിങ്ങൾക്ക് പാൽ ആവശ്യമുള്ളത് അതിനനുസരിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം വലുപ്പമുള്ള ഡോ ആയതുകൊണ്ട് ഇതൊന്ന് നടുക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് ബോൾസാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ സാധാരണ നൈസ് പത്തിരിയുടെ ആ ഒരു വലിപ്പത്തിലുള്ള അത്രക്കും പരത്തിയെടുക്കാൻ വലിപ്പത്തിലുള്ള ബോൾസ് മതി കേട്ടോ. ഇനി അതിൽ കൂടുതൽ വലിപ്പം വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ബോൾസിൻ്റെ അളവ് വലിപ്പം കൂട്ടാവുന്നതാണ്. ഇനി ഞാനൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു ബോൾസിൻ്റെ വലിപ്പത്തിൽ. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കലാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് പൊടിയൊക്കെ വിതറിയിട്ട് അതിൽ ഒരു ബോൾസ് വെച്ചിട്ട് റോളർ വെച്ചിട്ടാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പത്തിരിയൊക്കെ പരത്തുന്ന ഒരു പ്രസ്സിൽ വെച്ചിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം പരത്തിയിട്ടെടുക്കാം. അതിനുശേഷം എല്ലാം കൂടിയിട്ടൊന്ന് ചുട്ടെടുക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന അതേപോലെ തന്നെയാണ് ചുട്ടെടുക്കേണ്ടത്. പിന്നെ ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവില്ലേ, ഇതിൽ ബട്ടറൊന്നും ചേർത്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇതിന് ബട്ടർ പത്തിരി എന്ന് പറയുന്നതെന്ന്. അപ്പോൾ നമ്മളിതിൽ ബട്ടർ ചേർക്കുന്നത് ഇതൊന്ന് പൊങ്ങി വരുന്ന ഈ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ ബട്ടർ മെൽറ്റാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു പത്തിരി കൂടിയാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കുറുമയോ ചിക്കൻ കൊണ്ടുണ്ടാക്കിയ എന്ത് റെസിപ്പിയാണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ബട്ടർ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പത്തിരിയും ഒന്ന് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ ദോശയും പത്തിരിയൊക്കെ ആണെങ്കിൽ ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക, ഇന്നും ദോശ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഹരിയാലി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാവും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈക്കുമുള്ളത്. അപ്പോൾ ഈ ഒരു ബട്ടർ പത്തിരി നിങ്ങൾ അടുത്തുള്ള ഫ്രണ്ട്സിനോ കൂട്ടുകാർക്കോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.